നമുക്കിപ്പോൾ ഇവിടുന്ന് നമ്മൾ എക്സ്ട്രാ എടുത്തത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് 1 ഇഞ്ചിലാണ് പ്ലേറ്റ് മടക്കി. 1 ഇഞ്ചിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 ഇഞ്ചാണ് കാൽക്കുലേഷൻ നമ്മൾ കുറയ്ക്കേണ്ടത്. 1 ഇഞ്ച് മടക്കുന്ന സമയത്ത് ഉള്ളിലോട്ട് 1 ഇഞ്ചും പുറത്തോട്ട് 1 ഇഞ്ചും കൂടെ 2 ഇഞ്ച് നമുക്ക് പോകും ക്ലോത്ത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 15 എക്സ്ട്രാ ക്ലോത്ത് എത്രയാണോ അത് 15 ആണെങ്കിൽ 15 എത്രയാണോ അപ്പോൾ നമുക്കുള്ളത് നമ്മൾ 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഹരിക്കണം 2. അപ്പോൾ നമുക്ക് വന്ന് 7.5 വരുന്നത്. അപ്പോൾ 8 ഇഞ്ച് നമുക്ക് പ്ലേറ്റ് കൊടുക്കാം. അര ഇഞ്ച് എന്നുള്ളത് 1 ആക്കാം. അപ്പോൾ നമുക്ക് 8 പ്ലേറ്റാണ് വേണ്ടത്. അപ്പോൾ പ്ലേറ്റിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാൽക്കുലേഷൻ നമുക്ക് എത്ര വേണം, 8 പ്ലേറ്റ് വേണം. എത്ര അകലത്തിലാണ് നമ്മൾ പ്ലേറ്റ് എടുക്കേണ്ടതെന്നും കൂടി കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകലം എത്രയാണെന്ന് വരുമ്പോൾ നമുക്ക് ഈ തയ്യൽ തുമ്പ് ഇല്ലാത്ത എത്രയാണോ, അപ്പോൾ തയ്യൽ തുമ്പ് നമ്മുടെ 1 ഇഞ്ചും പോകും. ഇവിടെ നമ്മൾ പ്ലേറ്റ് വരില്ല. അപ്പോൾ തയ്യൽ തുമ്പ് ഇല്ലാത്തൊരു കണക്ക് നമുക്ക് ഇവിടെ എത്ര വരുന്നത് നോക്കാം. നമുക്ക് 13 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റിൻ്റെ യഥാർത്ഥ റൗണ്ട്. നമുക്ക് 13 ഇഞ്ചാണ് പ്ലസ് ഓരോ ഇഞ്ച് തയ്യൽ തുമ്പാണ് നമുക്ക് വരുന്നത്. 13 നമുക്ക് 8 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1.6 വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകലം എത്രയെന്ന് വെച്ചാൽ 1.6 നമുക്ക് ഇതിൻ്റെ അകലം വരുന്നത്. അത് 1.1 ഇതാണ് നമുക്ക് അകലം വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകും അല്ലേ, 1 ഇഞ്ച് പോകും. ബാക്കി നമുക്ക് 1.6 ഇഞ്ചിൽ നമുക്കൊരു പ്ലേറ്റ്, നമുക്ക് 1 ഇഞ്ച് ഇവിടെ ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് വരും. പിന്നെ നമുക്ക് 1.6 ഇഞ്ച് പ്ലേറ്റിൻ്റെ 1 ഇഞ്ച്. ഈ പ്ലേറ്റ് നമുക്ക് ഒരു പിൻ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പിൻ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ളും പ്ലേറ്റ് ഇട്ടു. അപ്പോൾ നമുക്ക് 8 പ്ലേറ്റ് കറക്റ്റായിട്ട് കിട്ടി. കണ്ടില്ലേ, നമ്മൾ കാൽക്കുലേഷൻ അനുസരിച്ച് 8 പ്ലേറ്റാണ് നമുക്ക് കിട്ടിയത്. കറക്റ്റായിട്ട് നമുക്കിത് കണ്ടില്ലേ.